ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ കുഞ്ഞുമക്കളെ, സുഖല്ലേ? സന്തോഷല്ലേ? ദൈവത്തെക്കുറിച്ച് അറിയുവാനും പഠിക്കുവാനും എല്ലാവരും റെഡി ആയിട്ടല്ലേ ഇരിക്കുന്നത്? നമുക്കന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ക്ലാസ് തുടങ്ങിയാലോ? എല്ലാവരും എണീറ്റ് നിന്നേ, കൈകൂപ്പി പിടിച്ചു നിൽക്കുക. ത്രിയേക ദൈവമേ, ദൈവിക പദ്ധതിയിലെ ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അവ പൂർണ്ണമായും വിശ്വസ്തയോടെ ദൈവനാമത്തിന്റെ മഹത്വത്തിനായി പൂർത്തിയാക്കാനുള്ള ജ്ഞാനവും വിശുദ്ധിയും വിവേകവും ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. ഇനി എല്ലാവരും ഇരുന്നോ. നിങ്ങൾ പഠിക്കുന്നുണ്ടോ? മടിയുണ്ടോ? മടിയൊന്നും തോന്നാൻ പാടില്ല. എല്ലാവരും നന്നായിട്ട് പഠിച്ചോളൂ കേട്ടാ. നിങ്ങൾ ഹോം ആക്ടിവിറ്റി ഒക്കെ അയച്ചു കൊടുക്കുന്നുണ്ടോ? നിങ്ങളുടെ ടീച്ചേഴ്സിന് ആരെങ്കിലും മറന്നുപോയോ? ചെയ്തവരൊന്ന് കൈപൊന്തിച്ചേ. ഇതിൽ ആരെങ്കിലും മറന്നുപോയവര് കൈപൊന്തിക്കാത്തവരുണ്ടോ? ആരും മറന്നു പോവരുത്. അന്നാന്നുള്ള പാഠഭാഗങ്ങൾ പഠിച്ച് നിങ്ങളുടെ കാറ്റീസം ടീച്ചേഴ്സിന് അയച്ചു കൊടുത്തോളൂ കേട്ടാ. അവർക്കിപ്പോൾ ഭയങ്കര സന്തോഷമാവില്ലേ? ആവില്ലേ? നിങ്ങൾ നല്ല കുട്ടികളാണ്. നിങ്ങൾ എന്നൊന്ന് ചിരിച്ച് എല്ലാവരും ഒന്ന്. എന്തു ഭംഗിയാ കാണാൻ. മാലാഖ കുഞ്ഞുങ്ങളെ പോലെ ഉണ്ട്. എപ്പോഴും ചിരിച്ചിട്ട് ഇരുന്നോളൂ കേട്ടാ. ഇരിക്കില്ലേ? നമ്മളിപ്പോൾ ആരെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ആദത്തെയും ഹവ്വയെയും കുറിച്ച്. അവരെന്താ ചെയ്തത്? അവര് പിശാചിന്റെ പ്രലോഭനത്തില് ദൈവത്തിനെതിരെ പാപം ചെയ്തു. അവര് ചെയ്ത പാപം എന്താ? അവര് ദൈവത്തെ മറന്നു, ദൈവകൽപ്പന ലംഘിച്ചു, ദൈവസ്നേഹം നിരസിച്ചു. അവര് പാപം ചെയ്തു. അവര് ചെയ്ത പാപം എന്താ? ദൈവത്തെ മറന്നു, ദൈവകൽപ്പന ലംഘിച്ചു, ദൈവസ്നേഹം നിരസിച്ചു. അവര് പാപം ചെയ്തു. പാപം ചെയ്ത ആദത്തെയും ഹവ്വയെയും ദൈവം എന്ത് ചെയ്തു? ദൈവം ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയ ആദത്തിനും ഹവ്വയ്ക്കും ഒത്തിരി ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. ഏതൊക്കെ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുല്ലോ. എന്തൊക്കെ അവർ അനുഭവിച്ചത്? മുള്ളും മുൾച്ചെടികളും നിറഞ്ഞ മണ്ണിൽ അവർ ജോലി ചെയ്തു. ആഹാരത്തിന് വേണ്ടി അവർ വിയർപ്പൊഴുക്കി. ഒത്തിരി വേദനകൾ സഹിച്ചു. ദൈവത്തെ കാണാനും അവർക്ക് സാധിച്ചില്ല. അപ്പൊ അവരുടെ ഏറ്റവും വലിയ ദുരിതങ്ങൾ എന്തായിരുന്നു? അവർക്ക് ദൈവത്തെ കാണാൻ സാധിച്ചില്ല. ഇതൊക്കെ ആരാ ചെയ്തത്? ഈ ഹവ്വയുടെ അടുത്ത് പാമ്പിന്റെ രൂപത്തിൽ വന്ന് ആരാണ് ഈ പഴം കഴിക്കാൻ വേണ്ടിയിട്ട് ഹവ്വയെ പ്രേരിപ്പിച്ചത്? ആരാണ്? സാത്താനാണ്. ഈ പാവപ്പെട്ട ആദത്തെയും ഹവ്വയും പിന്നെ സാത്താൻ സഹായിക്കാൻ വന്നോ? ഇല്ല. അതുപോലെ സാത്താൻ നമ്മളെയും പാപം ചെയ്യാൻ പ്രേരിപ്പിക്കും. കാരണം എന്താ? സാത്താൻ നുണയനും ചതിയനുമാണ്. നമ്മുടെ സ്നേഹപിതാവായ ദൈവം പിന്നെ എന്താ ചെയ്തത്? ഇവരുടെ ഈ സങ്കടങ്ങളും ദുരിതങ്ങളും കണ്ടപ്പോ ഒരു രക്ഷകനെ വാഗ്ദാനം ചെയ്തു. ഇവരെ തീർത്തും ഉപേക്ഷിച്ചോ? ഇല്ല. കാരണം എന്താ? ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു. അവിടുന്ന് തൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അതിനാൽ തന്നെ ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ട്. ഈ സ്നേഹതിഥിയായ ദൈവത്തെ നമ്മൾ മറന്നു കളയാൻ പാടുമോ? അല്ലെങ്കിൽ നമ്മൾ പാപം ചെയ്ത് ദൈവത്തിന് അകലാൻ പാടുമോ? നമ്മളും പാപം ചെയ്യുമ്പോൾ എന്താ ചെയ്യണത്? ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ച് ദൈവത്തിൽ നിന്ന് അകന്നു പോകുകയാണ്. ഇത് കാണുമ്പോൾ ആർക്കാ സന്തോഷം വരിക? സാത്താന് സന്തോഷം വരും. അപ്പൊ നമ്മൾ എപ്പോഴും ദൈവകൽപ്പനയൊക്കെ പാലിച്ച് ദൈവത്തോട് ഒപ്പം നിൽക്കണം. നമുക്കന്നൊരു വചനം പഠിച്ചാലോ? വചനം പഠിക്കാം. കർത്താവ് നല്ലവനും കാരുണ്യവാനുമാണ്. അവിടുത്തെ വിശ്വസ്തത എന്നും നിലനിൽക്കും. സങ്കീർത്തനം 105 എന്താണ്? കർത്താവ് നല്ലവനും കാരുണ്യവാനുമാണ്. അവിടുത്തെ വിശ്വസ്തത എന്നും നിലനിൽക്കും. സങ്കീർത്തനം 105 ഒന്ന് ഉറക്കെ പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് പറയാം. നമ്മുടെ പാഠപുസ്തകത്തിലെ വചനമാണ്. കർത്താവ് നല്ലവനും കാരുണ്യവാനുമാണ്. അവിടുത്തെ വിശ്വസ്തത എന്നും നിലനിൽക്കും. ഈ വചനം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു പഠിച്ചോളൂ ട്ടാ. പറയില്ലേ? അങ്ങനെ പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു കാര്യം, ഒരാളെ ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. ആദത്തോടും ഹവ്വയോടും കരുണ തോന്നിയ ദൈവം ആരെയാ വാഗ്ദാനം ചെയ്തത്? ഓർമ്മയുണ്ടാ?
ഒരു രക്ഷകനെ വാഗ്ദാനം ചെയ്തു. ഇല്ലേ? ഈ രക്ഷകൻ എന്ന് പറഞ്ഞ ആരെ ഈ വാക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ആരെ ഈ രക്ഷകൻ? രക്ഷിക്കുന്ന ആള്. സിനിമ നിങ്ങൾക്ക് ഇഷ്ടാണോ? സിനിമ കാണാറുണ്ടോ? കുറച്ചു നാൾ മുമ്പ് ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, ഒരാള് പുലീനെയൊക്കെ പിടിക്കുന്ന ഒരു സിനിമ. ഇഷ്ടായോ നിങ്ങക്ക്? ആളെന്താ ചെയ്യണത്? നാട്ടില് പുലി ഇറങ്ങിയ ഈ ചേട്ടൻ പോയിട്ട് പുലീനെ പിടിച്ച് ആ നാടിനെ സംരക്ഷിക്കും. നമ്മുടെ രക്ഷകൻ ഇതുപോലെയല്ല കേട്ടാ, ഇതുക്കും മേലെയാണ് നമ്മുടെ രക്ഷകൻ. നമ്മുടെ രക്ഷകൻ സാത്താന്റെ കയ്യിൽ നിന്ന് ലോകം മുഴുവനെ രക്ഷിച്ചവനാണ്. ആരാ നമ്മുടെ ഈ രക്ഷകൻ എന്നറിയോ? കന്യകാമറിയത്തിൽ നിന്നും ജനിച്ച ഈശോയാണ് നമ്മുടെ രക്ഷകൻ. ആരാണ് നമ്മുടെ രക്ഷകൻ? കന്യകാമറിയത്തിൽ നിന്നും ജനിച്ച ഈശോ. ദൈവത്തിന്റെ പുത്രനായ ഈശോയാണ് മനുഷ്യാവതാരം ചെയ്ത നമ്മുടെ രക്ഷകൻ. എന്തിനാണ് ഈശോ മനുഷ്യാവതാരം ചെയ്തത്? നമ്മെ സാത്താന്റെ കയ്യിൽ നിന്നും രക്ഷിക്കുവാൻ. ഈ രക്ഷകനെ നിങ്ങൾക്ക് ഇഷ്ടായോ? അല്ലേ? നമ്മൾ എപ്പോഴും പറയണം, ഈശോയെ, അങ്ങാണ് എൻ്റെ രക്ഷകൻ. പാപത്തിൽ നിന്നും പിശാചിൽ നിന്നും അങ്ങ് എന്നെ സംരക്ഷിക്കണമേ. അവനെതിരെ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പോരാടണമേ. എപ്പോഴും പ്രാർത്ഥിക്കില്ലേ കുഞ്ഞുങ്ങള്? എപ്പോഴും നമ്മൾ സാത്താനെതിരെ പ്രാർത്ഥിക്കണം. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരും. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താ നമ്മൾ പഠിച്ചത്? ഇപ്പൊ നമ്മൾ മുഴുവൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആദത്തെയും ഹവ്വയെയും കുറിച്ചാണ്. ആദവും ഹവ്വയും ചെയ്ത പാപം എന്താ? അവര് ദൈവത്തെ മറന്നു, ദൈവകൽപ്പന ലംഘിച്ചു, ദൈവസ്നേഹം നിരസിച്ചു. അവർ പാപം ചെയ്തു. പാപം ചെയ്ത ആദത്തെയും ഹവ്വയെയും ദൈവം ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ദൈവം അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുകയും മണ്ണിൽ നിന്നെടുത്ത മനുഷ്യനെ മണ്ണിനോട് മല്ലിടാൻ വിടുകയും ചെയ്തു. ഒത്തിരി ദുരിതങ്ങൾ ആദത്തിനും ഹവ്വയ്ക്കും അനുഭവിക്കേണ്ടി വന്നു. എന്തൊക്കെ ദുരിതങ്ങളാ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. മുള്ളും മുൾച്ചെടികളും നിറഞ്ഞ മണ്ണിൽ ജോലി ചെയ്തു. ആഹാരത്തിന് വേണ്ടി അവർ വിയർപ്പൊഴുക്കി. ഒത്തിരി ദുരന്തങ്ങൾ അവർ അനുഭവിക്കേണ്ടി വന്നു. അവരുടെ ഏറ്റവും വലിയ സങ്കടം എന്തായിരുന്നു? അവർക്ക് ദൈവത്തെ കാണാൻ സാധിച്ചില്ല. ഇവരോട് കരുണ തോന്നിയ ദൈവം ആരെയാണ് വാഗ്ദാനം ചെയ്തത്? ആരെയാ വാഗ്ദാനം? ഒരു രക്ഷകനെ അല്ലേ? ഈ രക്ഷകൻ ആരാണ്? ദൈവം വാഗ്ദാനം ചെയ്ത രക്ഷകൻ ആരാണ്? കന്യകാമറിയത്തിൽ നിന്ന് ജനിച്ച ഈശോയാണ് ഈ രക്ഷകൻ. നാം ദൈവത്തോട് പാപം ചെയ്തിട്ട് പോലും ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. എന്തുകൊണ്ടാ? ദൈവം ക്ഷമിക്കുന്നവനാണ്, കരുണ കാണിക്കുന്നവനാണ്, നമ്മെ സ്നേഹിക്കുന്നവനാണ് അല്ലേ? അപ്പോൾ ദൈവത്തിന്റെ മക്കളായ നമ്മളും എന്ത് ചെയ്യണം? നമ്മളും ദൈവത്തെ പോലെ മറ്റുള്ളവരോട് കരുണ കാണിക്കണം. നിങ്ങൾ കുഞ്ഞു കുട്ടികളല്ലേ? നമ്മളെയും പിശാച് ചില സമയത്ത് പ്രലോഭിപ്പിച്ച് പാപം ചെയ്യും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ നമ്മുടെ തെറ്റുകളെ ഏറ്റുപറഞ്ഞ് വീണ്ടും ദൈവത്തിന്റെ അടുത്തേക്ക് വരണം. വരില്ലേ നിങ്ങള്? നമ്മളൊരു പാട്ട് കഴിച്ചാ പഠിച്ചുല്ലോ. നിങ്ങൾ ടീച്ചേഴ്സൊക്കെ ടീച്ചറോട് പറഞ്ഞു, എല്ലാവരും നന്നായി പാടി വീഡിയോ എടുത്ത് അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞു. എല്ലാ ടീച്ചേഴ്സിനും ഇഷ്ടമായിട്ടുണ്ട്. നമുക്ക് ആ പാട്ട് ഒരു വട്ടം കൂടി പാടി നോക്കിയാലോ? കൽപ്പന ലംഘിച്ചാതി പിതാക്കൾ തോട്ടത്തിനു പുറത്തായി, പലവിധ ദുരിതവും ആദിയും അവരുടെ ജീവിത വഴികളിലുളവായി. എങ്കിലും അരുളി ദൈവം നരരുടെ സങ്കടമെല്ലാം പോക്കിടുവാൻ രക്ഷകനെത്തും സമയത്തികവിൽ നരരെ മോചിതരാക്കിടുവാൻ. പാട്ടിഷ്ടായില്ലേ? ഇനി ടീച്ചർ ഒരു ഹോം ആക്ടിവിറ്റി തരട്ടെ. പേജ് നമ്പർ 26 ദൈവം കാരുണ്യവാനാകുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ വിവിധ കളർ ഉപയോഗിച്ച് അത് എഴുതി നിങ്ങളുടെ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കണം. പേജ് നമ്പർ 27 സമ്മാനപ്പെട്ടി എന്ന് പറഞ്ഞിട്ടൊരു പെട്ടിയുണ്ട്. അത് നിങ്ങൾ വായിച്ചു നോക്കി അതിൻ്റെ ഉത്തരം പപ്പയുടെയും മമ്മിയുടെയും സഹായത്തോടു കൂടി എഴുതണം. ചെയ്യില്ലേ? അതുപോലെ പേജ് നമ്പർ 28 ഒരു ചക്രം കൊടുത്തിട്ടുണ്ട്. ആ ചക്രവും നിങ്ങൾ മമ്മിയോടും പപ്പയോടും ചോദിച്ചിട്ട് നല്ല ഭംഗിയിൽ എഴുതണം. എഴുതില്ലേ? നമുക്കന്ന് പ്രാർത്ഥിച്ച് ക്ലാസ് അവസാനിപ്പിച്ചാലോ? എല്ലാവരും എണീറ്റിരുന്നേ, കൈ കൂപ്പി പിടിച്ചു നിൽക്കുക, കണ്ണടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം ജീവിക്കുന്ന ദൈവമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ദൈവമേ, അങ്ങ് ഞങ്ങളോട് കരുണ കാണിക്കുന്നത് പോലെ ഞങ്ങൾക്കും
മറ്റുള്ളവരോട് കരുണ കാണിക്കുവാനും അവരുടെ പാപങ്ങൾ ക്ഷമിക്കുവാനുമുള്ള കൃപ നൽകണമേ. ആമേൻ. താങ്ക് യു.